നിന്നെയൊക്കെ കണ്ടിട്ടാ ഞാൻ സാധനം ഇറക്കിയേക്കുന്നത്. പട്ടാളല്ലേ പറഞ്ഞു. നിങ്ങളൊന്ന് സ്പീഡാക്കി കേട്ടാ. ഓ ഇപ്പൊ ആരെ നന്നാക്കാൻ പോവാണോ? പട്ടാളത്തിന് ഇവനൊരു പണിയില്ലേ ചങ്ങായി? ബാക്കിയെല്ലാം പറഞ്ഞോ. ഓക്കെ മച്ചാനെ, ഷോപ്പിൽ നിന്ന് കാണാം. ഓക്കെ ബൈ. ആരടാ പോയത്? ഞങ്ങളുടെ ഫ്രണ്ടാ. ഫ്രണ്ടോ? ഫ്രണ്ടാവാൻ നിന്റെ ഒന്നും പ്രായമല്ലല്ലോ അവന്. ഇവന്മാരേതാ? ഇത് ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആണ്. ക്ലാസ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞ വന്നാണ്. എന്നാ വീട്ടിൽ പോ. നമ്മളിവിടെയൊക്കെ തന്നെ ഉള്ളതാ. അതുകൊണ്ട് കേട്ടറാ, നിന്നോടൊക്കെ ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് സന്ധ്യ കഴിഞ്ഞ് ഇവിടെയുള്ള ഇരിപ്പ് വേണ്ടാന്ന്. ഒക്കോ വീട്ടിൽ പോടാ. ഹലോ, എന്താണ്? ഞാൻ പുറത്താ. ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒന്ന് വീട്ടിലേക്ക് പെട്ടെന്ന് വരൂ. ഏട്ടനാണെങ്കിൽ ഇവിടെ ഇല്ല, കോയമ്പത്തൂർ സാധനങ്ങൾ എടുക്കാൻ പോയിരിക്കുക, അതുകൊണ്ടാ. ഞാൻ പോരാ. എന്താ എന്താ ഇവളുടെ കാര്യം പറയാൻ വേണ്ടിട്ടാ ഞാനിപ്പൊക്കെ വിളിച്ചത്. ഇവളെന്താ ചെയ്യണമെന്ന് ഇപ്പം ഇവക്ക് തന്നെ ഒരു പിടുത്തമില്ല. മാല ഉണ്ടായിരുന്നത് കൊണ്ടുപോയി കളഞ്ഞു, കമ്മലുണ്ടായിരുന്നത് ഏതോ കൂട്ടുകാരിക്ക് പണയം വെക്കാൻ കൊടുത്തു പോലും. കുറെ നാളായി ഇവളിങ്ങനെ നുണ പറയാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ നിക്കണ നിപ്പില് ഇവക്ക് 10,000 രൂപ വേണം പോലും. എന്തിനാണെന്നോ ആർക്കാണെന്നോ പെണ്ണാണെങ്കിൽ പറയണ്ടേ ഇവള്. അമ്മയാണെങ്കിൽ ഇവിടെ ഇല്ല, ഏട്ടൻ ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല. അറിഞ്ഞിരുന്നെങ്കിൽ തല്ലിക്കൊന്നേനെ ഇവളെ. ഗൗരി ഒന്ന് പുറത്തേക്ക് ഞാൻ ചോദിക്കട്ടെ. നാശം പിടിച്ചോളൂ. എന്താ മോളെ, എന്താ നിന്റെ പ്രശ്നം? നിനക്ക് എന്താ ഇത്ര ചെലവ്? എന്തിനാ നിനക്ക് ഇത്ര പൈസ? പറ മോളെ, പറയടി. നിന്റെ ഈ കാലിലെങ്ങനെ മുറിവുണ്ടായെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. മാർക്കറ്റിൽ കിട്ടാത്ത ബാൻഡേഡ് നിനക്ക് കിട്ടുന്നുണ്ടെന്നും എനിക്കറിയാം. അതെനിക്ക് റൂമിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി പറ, മോളെ, നീയും സമീറയ്ക്കാക്കി ഒരുപോലെയാണ്. പറ, എന്തിനാ നിനക്ക് ഇത്ര പൈസ? ആരെ നീ പേടിക്കുന്നു? ആരോടെങ്കിലും ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ അവരുടെ ഫോട്ടോസ്. ഒന്നും ഉണ്ടാവില്ല, നീ ധൈര്യമായിട്ടിരിക്കേ. ഒരുത്തിനും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. നീ പറ, ആരാ അവര്?
അവരുടെ പേരെനിക്കറിയില്ല. ഓട്ടോ അവരെ ആ കലിങ്കിൻ്റെ അവിടെയാണ് കാണാറ്.